നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ദൈവം നമുക്ക് തന്നിട്ടുള്ള വലിയൊരു വാഗ്ദാനമാണ്. നമ്മളെ തന്നെ വിശുദ്ധിയിൽ നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം പാപം ചെയ്തു കഴിഞ്ഞാൽ അവർ യാഗബലി അർപ്പിക്കണം. അവർ ബലി അർപ്പിച്ച് കഴിഞ്ഞാൽ അവർ ദൈവവുമായിട്ട് രമ്യതപ്പെടണം. എന്നാലാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് വിശുദ്ധിയിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ നമുക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ യേശു കാൽവരി കുരിശിൽ യാഗമായതുകൊണ്ട്, അവൻ എന്നേക്കുമായിട്ടുള്ള പാപപരിഹാരമായി നമുക്കായി സമർപ്പിക്കപ്പെട്ടതുകൊണ്ട്, ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ദൈവമക്കളായി തീരും. അവരുടെ പാപങ്ങളെല്ലാം കഴുകപ്പെടും. അവനോട് നമ്മൾ യോജിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വിശുദ്ധിയോടുകൂടി ആയിരിക്കാനായിട്ട് സാധിക്കും. വിശുദ്ധിയോടുകൂടി ആയിരിക്കുന്നത് കൊണ്ടല്ല യേശുവിൻ്റെ കൂടെ യോജിച്ചിരിക്കാനായിട്ട് സാധിക്കുന്നത്. യേശുവിൻ്റെ കൂടെ യോജിച്ചിരിക്കുന്നത് കൊണ്ടാണ് വിശുദ്ധിയോടുകൂടി ആയിരിക്കാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഒരു കാര്യം ചെയ്ത് അല്ല നമ്മൾ വിശുദ്ധിയിലേക്ക് വരുന്നത്. യേശുവിൻ്റെ വചനം പാലിക്കുക, യേശുവിനോട് കൂടി യോജിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം പാലിക്കുക എന്ന് പറയുന്നതാണ്. ദൈവവചനം പാലിക്കുന്നത് വഴിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വിശുദ്ധി കടന്നു വരുന്നത്. നമ്മൾ പരിശ്രമിച്ച് നേടുന്നതല്ല വിശുദ്ധി. ദൈവത്തിൻ്റെ കൃപയാലെ നമുക്ക് ലഭിക്കുന്നതാണ് വിശുദ്ധി. ഈ വിശുദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ നിമിഷം തൊട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്ഭുതങ്ങൾ കാണാനായിട്ട് സാധിക്കും. ആ നിമിഷം തൊട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാനായിട്ട് സാധിക്കും. ആ നിമിഷം തൊട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് തരുന്നത് വല്ലാത്തൊരു സന്തോഷമായിരിക്കും, ആനന്ദമായിരിക്കും. ആ വിശുദ്ധിയുള്ള ഒരു മനുഷ്യന് ഒരിക്കലും ദുഃഖിച്ചിരിക്കാൻ സാധിക്കത്തില്ല. ആ വിശുദ്ധിയുള്ള മനുഷ്യന് ഒരിക്കലും പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ സാധിക്കത്തില്ല. അവന് എന്നാളും കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ ക്രിസ്തുവിൽ എന്നേക്കും നമുക്ക് ആനന്ദിച്ച് ഒരു ഉത്സവം പോലെ കഴിയാനായിട്ടായിരിക്കും നമുക്ക് സാധിക്കുന്നത്. നമ്മളതുകൊണ്ട് മനസ്സിലാക്കണം, കർത്താവിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വീകരിക്കുമ്പോഴേക്കും, കർത്താവിൻ്റെ ദൈവവചനം നമ്മൾ അനുദിനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിച്ചു വരുമ്പോഴേക്കും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15:3 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്, ഞാൻ പറയുന്ന വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. യേശുവിൻ്റെ വചനമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. യേശുവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുദിനം പാലിച്ചു കൊണ്ടുവരുമ്പോൾ ആ വചനം നമ്മളെ ശുദ്ധീകരിക്കും. ആ വിശുദ്ധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ദൈവത്തെ കാണാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ പരിശ്രമം കൊണ്ട് നേടുന്നതല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആ അനുഭവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുവഴി നമ്മുടെ ജീവിതത്തിൽ അനേകം ഐശ്വര്യങ്ങളും ഒരുപാട് അടയാളങ്ങളും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളും വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരിക്കലും ഭൗതികമായിട്ടുള്ളത് അല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആത്മീയമായിട്ടുള്ളത്. നമ്മുടെ ആത്മാവിനെ നമ്മൾ സൗഖ്യപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിത വിശുദ്ധി വഴിയായിട്ട് ഭൗതികമായിട്ടുള്ളതും അത് തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും. ആത്മീയമായിട്ടുള്ളതിനെ ലക്ഷ്യം വയ്ക്കുക. ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ കർത്താവ് നമുക്കായി ചെയ്തു തരും. അതല്ലേ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്. ആദ്യം അടുത്ത രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം ദൈവം നമുക്ക് കൂടി ചേർത്ത് തരും. അപ്പോൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിശുദ്ധിയോടുകൂടി ആയിരിക്കുവാനും, ദൈവം അഭിലഷിക്കുന്നത്, ദൈവം മക്കളുടെ കയ്യിൽ നിന്ന് അഭിലഷിക്കുന്നത് അതൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എല്ലായ്പ്പോഴും വിശുദ്ധിയോടുകൂടിയായിരിക്കുക. ആ വിശുദ്ധി നമ്മളുടെ ജീവിതത്തിലുള്ള എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണമായി തീരും. കാരണം വിശുദ്ധിയുള്ള സ്ഥലത്ത് ദൈവം വസിക്കും. ദൈവം വസിക്കുന്ന സ്ഥലത്ത് എല്ലായ്പ്പോഴും ഐശ്വര്യം നിറയും, പോകുന്ന സ്ഥലത്തുമെല്ലാം. അപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശുദ്ധിയോടുകൂടി ആയിരിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.